നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് കേരളത്തിലെ ചർച്ചാ വിഷയം പാലസ്തീൻ ഐക്യദാർഢ്യ റാലികളെക്കുറിച്ചായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിൽ അവിടെ സംഘർഷം നടക്കുമ്പോൾ ഏറ്റവും വലിയ വാദപ്രതിവാദങ്ങൾ നടന്നത് കേരളത്തിലായിരുന്നു. കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും തങ്ങൾ പലസ്തീനൊപ്പമാണ് എന്ന് സ്ഥാപിക്കുന്നതിൽ മത്സരിച്ചു. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമെല്ലാം പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് സാക്ഷാൽ ഹമാസിൻ്റെ നേതാവായിരുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഈ ഹമാസിൻ്റെ നേതാവിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ ഐക്യദാർഢ്യ സമ്മേളനത്തെ വിമർശിച്ചിരുന്നതാണ്. ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടന ഒരു രാജ്യത്തേക്ക് അതിക്രമിച്ചു കടന്ന് ആ രാജ്യത്തെ പൗരന്മാരെയും പട്ടാളക്കാരെയും കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നൊടുക്കുകയും ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത ഒരു സംഘടനയുടെ പ്രവൃത്തിയെ വല്ലാതെ ന്യായീകരിക്കാൻ ഇങ്ങ് കേരളത്തിൽ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യം പൊതുജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇടതുമുന്നണിയും വലതുമുന്നണിയും തങ്ങളാണ് പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നത് എന്ന് നടിക്കാൻ ഇവിടെ മത്സരിച്ചത് നമ്മൾ കണ്ടതാണ്. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ ഒന്ന് കെട്ടടങ്ങുമ്പോൾ അയോധ്യ രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയാണ് വിഷയം. ആ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ, അയോധ്യയെ സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കണം എന്നത് സംബന്ധിച്ച ചർച്ചകളാണ് കേരളത്തിൽ നടന്നത്. ഇടതുമുന്നണിയുടെ നിലപാട് നേരത്തെ തന്നെ ഹിന്ദു വിരുദ്ധമാണ്. CPIMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കം രാമജന്മഭൂമിയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു നിലപാടെടുത്താൽ, അതായത് രാമജന്മഭൂമിക്കെതിരെയുള്ള നിലപാടെടുത്താൽ വലിയ തിരിച്ചടിയാകും എന്നുറപ്പാണ്. പക്ഷേ കേരളത്തിൽ രാമജന്മഭൂമിയെ അനുകൂലിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. അവർക്ക് ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുണ്ട്. പരമ്പരാഗതമായി തങ്ങളോടൊപ്പം നിന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ LDFനോടൊപ്പം പോവുകയാണ് എന്നൊരു പരാതിയും പ്രയാസവും അവർക്കുണ്ട്. ആ സമയത്ത് തന്നെയാണ് കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയെയും സോണിയാഗാന്ധിയെയും അതുപോലെ തന്നെ അധിർ രഞ്ജൻ ചൗധരിയെയും ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ക്ഷണിക്കുന്നത്. ആ ക്ഷണം നിരസിക്കണോ തള്ളണോ എന്ന് ആലോചിക്കാൻ ദിവസങ്ങൾ കോൺഗ്രസിന് വേണ്ടി വന്നു. ഒടുവിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ ചെലുത്തിയ സമ്മർദ്ദത്തിന് കോൺഗ്രസ് അടിമപ്പെടുന്നു. ഒരു കാരണവശാലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുക്കേണ്ടതില്ല എന്നവർ തീരുമാനിക്കുന്നു. ഈ രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ കോൺഗ്രസിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. അവർ അത്യധികം സന്തോഷവാന്മാരാണ്. അയോധ്യയിലേക്ക് പോകേണ്ട, അയോധ്യയെ പിന്തുണയ്ക്കേണ്ട കോൺഗ്രസിലെ നേതാക്കൾക്ക് രാഷ്ട്രീയമായി ഇത് വലിയ പ്രശ്നമുണ്ടാക്കുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പാർട്ടിയുടെ ഈ തിട്ടൂരത്തെ ലംഘിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ ചർച്ച വീണ്ടും കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ NSSൻ്റെയും SNDPയുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും നിലപാട് അത് അക്ഷരാർത്ഥത്തിൽ LDFനെയും UDFനെയും ഞെട്ടിച്ചിരിക്കുകയാണ്. പങ്കെടുക്കേണ്ടതില്ല എന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വന്ന നിമിഷങ്ങൾക്കുള്ളിലാണ് NSSൻ്റെ പ്രസ്താവന വന്നത്. ഇങ്ങനെ രാഷ്ട്രീയം കളിക്കേണ്ടതല്ല അയോധ്യ എന്നും അയോധ്യ ആ വിഷയത്തോടൊപ്പം രാമജന്മഭൂമിയിലെ ക്ഷേത്രത്തിനോടൊപ്പം നിൽക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് എന്ന് NSS പ്രഖ്യാപിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം SNDPയും അയോധ്യ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. അത് ഓരോ ഹിന്ദുവിൻ്റെയും അഭിമാനമുയർത്തുന്ന ആത്മീയ മുഹൂർത്തമാണെന്നും പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി 22-ന് എല്ലാ വീടുകളിലും ദീപങ്ങൾ തെളിയണമെന്നും SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല ധീവര സഭ പോലുള്ള മറ്റ് സംഘടനാ നേതാക്കൾ, അഖില കേരള ധീവര സഭ ജനറൽ സെക്രട്ടറി V ദിനകരൻ്റെ പ്രസ്താവനയും കഴിഞ്ഞ ദിവസം വന്നതാണ്. അയോധ്യയിൽ ജനുവരി 22-ന് ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന നാളിൽ വൈകിട്ട് 6:30-ന് എല്ലാ ധീവര സമുദായ അംഗങ്ങളും വീടുകളിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തു. ഇങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ഹിന്ദു സംഘടനകളെല്ലാം മോദിയോടൊപ്പം നിൽക്കുന്ന കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് LDFും UDFും. പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്താനും അതുപോലെ തന്നെ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളിലേക്ക് ഔദ്യോഗികമായി പ്രതിനിധിയെ അയക്കാനും മടിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളാണ്
അയോധ്യയിലേക്ക് പോകാൻ, അയോധ്യ ശ്രീരാമ ജന്മഭൂമിക്ക് പിന്തുണയേകാൻ, ആ ക്ഷേത്ര നിർമ്മാണത്തിൽ സന്തോഷിക്കാനായി തങ്ങളില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയക്കാരൻ്റെ കൗശലങ്ങൾക്ക് വഴങ്ങുന്നവരല്ല എന്ന് വിവിധ ഹിന്ദു സംഘടനാ നേതാക്കൾ പ്രഖ്യാപിച്ചതോടുകൂടി വലിയ ഹൈന്ദവ ഐക്യം കേരളത്തിലും ദൃശ്യമാവുകയാണ്. ജനുവരി 22-ന് കേരളത്തിലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടക്കും എന്നുറപ്പായി കഴിഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് സംസ്ഥാന ഘടകം അത്തരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അയോധ്യയിൽ നിന്നുള്ള അക്ഷതവും ലഘുലേഖയും ഓരോ ഹിന്ദു ഭവനങ്ങളിലും വിതരണം ചെയ്യുന്ന പ്രവർത്തനം കേരളത്തിൽ ആവേശപൂർവ്വം നടക്കുകയാണ്. അതിൽ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്തുകൊണ്ടുമിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ 4 ന്യൂനപക്ഷ വോട്ടിനു വേണ്ടി അയോധ്യയ്ക്കെതിരെ അല്ലെങ്കിൽ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയെ തള്ളിപ്പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ഹിന്ദു ഐക്യത്തെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ കരുതണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.